ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന റോഡിൻ്റെ മുന്നിലാണുള്ളത്. നമ്മൾ ഈ കാണുന്ന റോഡാവട്ടെ വിഴിഞ്ഞം മുക്കോല വഴി നമ്മുടെ പോർട്ടിന് മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നേരെ പോകുന്നത് മെയിൻ ഗേറ്റും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കാണുന്ന പോർഷനാണ് നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോർട്ടിൻ്റെ സൈഡിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴായിട്ട് NHൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇന്ന് പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന വ്യത്യാസം, അതായത് മൂന്നാഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ അവസാന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 3 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് മനോഹരമായ ഗ്രാസ് ഫില്ല് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം റോഡിൻ്റെ ഇരുവശവുമായിട്ട് നേരത്തെ തന്നെ ഈ ഗ്രാസ് ഫില്ല് ചെയ്യേണ്ട വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്രാസ് ഇപ്പോഴാണ്. ഈ 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള വ്യത്യാസമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ വ്യത്യാസമാണ് നമ്മുടെ ലിങ്ക് റോഡിൽ വന്നിട്ടുള്ളത്, NH66 ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൈനിങ് ബോർഡ്, ഈ റോഡിൻ്റെ അതായത് സൈനിങ് ബോർഡ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ഈ ഭാഗത്തെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. ഗ്രാസിൻ്റെ വർക്കുകളൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു. നമുക്ക് 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള അപ്ഡേഷൻ നോക്കുന്നത്. നമുക്ക് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമുക്ക് നോക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളായി ഹെവി വെഹിക്കിൾസും ക്രെയിൻസും എല്ലാം പാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ 2ാം ഘട്ട വർക്കുകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ 2ാം ഘട്ട വർക്കിൻ്റെ നമ്മുടെ പോർട്ടിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടറും ബെർത്തും യാർഡ് സെക്ഷൻ്റെയും ഈ 3 വർക്കിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ വരും. ഇപ്പോൾ നമുക്ക് ധാരാളം വെഹിക്കിൾ റോഡിൻ്റെ ഇരുവശവുമായിട്ട് കാണാനായി സാധിക്കും. ഈ ഭാഗത്തെല്ലാം ഈ പറയുന്ന ഗ്രാസ് ഫില്ലിങ്ങിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗ്രാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു. നമുക്ക് ഈ ഭാഗത്തെല്ലാം ഗ്രാസ് ഫില്ല് ചെയ്തുകൂടി കഴിഞ്ഞപ്പോൾ 100% വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നേരത്തെ തന്നെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഗ്രാസ് മാത്രം ഭംഗിക്ക് വേണ്ടിയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു അവസാനഘട്ട വർക്കിലായിരിക്കും ഈ ഗ്രാസ് എല്ലാം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അവസാനഘട്ട വർക്ക് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് മീറ്റർ മാത്രമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എത്രത്തോളമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോർട്ടിൻ്റെ സൈഡിൽ വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജാണ് കാണുന്നത്. നമുക്ക് 1700 മീറ്റർ ലിങ്ക് റോഡിൽ 2 ബ്രിഡ്ജുകളാണുള്ളത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ ഡീറ്റെയിൽ എല്ലാം വളരെ വ്യക്തമാണ്. ആദ്യത്തെ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ റോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതുവഴിയാണ് ഈ പറയുന്ന ലിങ്ക് റോഡ് പാസ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മനോഹരമായ സ്ഥലങ്ങൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ സ്ഥലത്തെല്ലാം നമുക്കറിയാം ചെളിയും വെള്ളവും കുളവുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലത്തെ വളരെ മനോഹരമായ രീതിയിൽ ഗ്രാസ് കൂടി ഫില്ല് ചെയ്ത് റോഡും വളരെ മനോഹരമായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് നമുക്ക് ഈ പറയുന്ന NHലേക്ക് ലിങ്ക് ചെയ്ത വർക്കുകളാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ സൈഡിൽ പാനലിൻ്റെ സഹായത്തോടെ ഹൈറ്റ് കൂട്ടിയ പോർഷനാണ്. ഇത് ബ്രിഡ്ജല്ല. പാനലിൻ്റെ സഹായത്തോടെ നമ്മുടെ ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള പ്ലേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ ഗ്രാസിൻ്റെ വർക്കുകൾ, ഈ ഭാഗത്തെല്ലാം ഗ്രാസിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. എനിക്കൊന്ന് ഒരാഴ്ച തന്നെ വേണ്ട, അതിന് മുന്നേ തന്നെ ഈ ഗ്രാസിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഗ്രാസ് ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു നമ്മുടെ റോഡിൻ്റെ ഇരുവശവുമാണ് ഈ വർക്കുകൾ നടക്കുന്നത്. ഇനി മനോഹരമായ ചെടികൾ കൂടി കാണുമായിരിക്കാം. ഇനിയിപ്പോൾ സൈൻ ബോർഡുകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ ഫില്ല് ചെയ്താണ്. പക്ഷേ ഗ്രാസിൻ്റെ മുകളിൽ വന്നപ്പോൾ അതും വളരെ മനോഹരം തന്നെയാണ്. നമുക്കിനി മുന്നോട്ട് പോകാം. ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ, അതായത് ഡീറ്റെയിൽ ആയിട്ട് നടക്കുന്ന വർക്കുകളാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് ഈ ഗ്രാസ് ഫില്ല് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ. ധാരാളം വർക്കിംഗ് സ്റ്റാഫ് ഗ്രാസ് ഫില്ല് ചെയ്യാനെടുത്തുണ്ട്. അതുകൊണ്ടായിരിക്കും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. നാച്ചുറലായിട്ട് ഗ്രാസ് തന്നെയാണ്, ആർട്ടിഫിഷ്യൽ അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. അതിന് നമുക്ക് കുറച്ച് മുന്നോട്ടുകൂടെ കേബിളിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ പറയുന്ന ലൈറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും പ്രകാശിക്കും. നമുക്ക് രാത്രി വന്നപ്പോൾ രാത്രി ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളവർക്ക് തന്നെ സ്ഥിരമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്
പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജാണ് കാണുന്നത്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് വരെയാണ് 1500 മീറ്റർ ഉള്ളത്. നമുക്ക് നമ്മൾ വന്ന വഴി നോക്കുവാണെങ്കിൽ ഈ ദൂരമാണ് നമ്മൾ പിന്നിട്ട് വന്നിട്ടുള്ളത്. അതായത് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ ഞാൻ നിൽക്കുന്ന സ്ഥലം വരെയാണെങ്കിൽ 1500 മീറ്ററാണുള്ളത്. ടോട്ടൽ ലെന്ത് 1700 മീറ്ററാണ്. ഇത് രണ്ടാമത്തെ ബ്രിഡ്ജ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും NHൽ നോക്കുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജുമാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1700 മീറ്ററിൻ്റെ ഇടയ്ക്ക് 2 ബ്രിഡ്ജുകളാണ് നിലവിലുള്ളത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് NH66-ൻ്റെ NH66-ലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു വളരെ ദൂരമായിട്ട് കാണാനായി സാധിക്കും. അണ്ടർപാസും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇത്ര ദൂരമാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കാരണം ഈ ഭാഗത്തെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും വർക്ക് നമ്മൾ ഈ കാണുന്ന ഈ പോർഷനെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഗ്രാസ് വയ്ക്കേണ്ട പോർഷൻസ് എല്ലാം അവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നും ഡീറ്റെയിലിന് എത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് വീഡിയോ തന്നെ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഒന്ന് ഡീറ്റെയിൽ അപ്ഡേഷനാണ് എടുക്കുന്നത്. അതിൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അറിയാനായി സാധിക്കില്ല. ഓരോ 1 by 1 വർക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വന്ന വഴി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സെൻട്രൽ പോർഷൻ ഗ്രാസിൻ്റെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മണ്ണെല്ലാം സോയിലെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. NH66 നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അണ്ടർപാസും വളരെ വ്യക്തമായിട്ട് വളരെ ദൂരം നമുക്ക് കാണാനായി സാധിക്കും. ഒരു ജംഗ്ഷൻ പോലുള്ള പോർഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇവിടെ എല്ലാം വർക്കുകളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ ഈ പറയുന്ന ഡബിൾ സ്റ്റീൽ ക്രാഷ് ബാരലാണ് കാണാൻ സാധിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ വർക്കുകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2-3 ആഴ്ച കൊണ്ടാണ് ആ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കോൺക്രീറ്റ് ഈ പറയുന്ന ക്രാഷ് കാർഡല്ല, ഡബിൾ സ്റ്റീൽ ക്രാഷ് കാർഡുകളാണ് ഇവിടെ വരുന്നത്. അതുമാത്രമല്ല നമുക്കിനി അറിയേണ്ടത് നമുക്ക് ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഏകദേശം കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ പോർഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായി. സ്ലാബിൻ്റെ വർക്കുകളോട് മാത്രമായിരിക്കും കാണുന്നത്. സ്ലാബ് ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്താൽ മാത്രം മതിയാകും. എന്നാലും കുറച്ച് താഴോട്ടിറങ്ങി നോക്കാം. അതായത് 3 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള വർക്കും ഇതും തമ്മിൽ തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഡേറ്റ് ഓഫ് അപ്ഡേഷൻ കറക്റ്റാണ്. എന്നാണോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അന്ന് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ഈ പറയുന്ന സൈഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. കണ്ടോ, തൊട്ട് മുന്നിൽ സ്ലാബ് ഇട്ട് തന്നെ ഫില്ല് ചെയ്തിരിക്കുന്നു. അത്രയും പോർഷൻ നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ ഏകദേശം ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ഒരു മഴ പെയ്താൽ തന്നെ ഈ ഭാഗത്തെല്ലാം വെള്ളക്കെട്ടാണ്. കാരണം വയലും കണ്ടവുമായിട്ടുള്ള പ്ലേസാണ് നമ്മൾ ഈ കാണുന്ന റോഡ് പോലെ വളരെ വ്യക്തമായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ നമുക്ക് ഡ്രെയിനേജിൻ്റെ വർക്കിന് വലിയൊരു മുൻഗണന തന്നെ കൊടുക്കേണ്ടിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പോർട്ടിലേക്ക് സ്റ്റോണുമായിട്ട് വരുന്ന, അതായത് സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ട് വരുന്ന ലോറികളെ നമുക്ക് കാണാനായി സാധിക്കും. സദാസമയം 100 കണക്കിന് 10 അല്ലെങ്കിൽ 100 കണക്കിന് ലോഡുകളാണ് നമ്മുടെ പോർട്ടിലേക്ക് ലോറികളിലെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ റോഡ് ഡിവൈഡ് ചെയ്യുന്ന പോർഷൻസ് ഈ പറയുന്ന സോയിലിട്ട് ചെമ്മണ്ണാണെന്ന് തോന്നുന്നു, ചെമ്മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇനി അടുത്ത 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ആ വർക്കുകൾ നടക്കുന്നത്. ആ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് എനിക്ക് അവസാനഘട്ട വർക്കിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ഭംഗിക്ക് വേണ്ടി ഗ്രാസ് എല്ലാം ഫില്ല് ചെയ്ത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന അവസാനഘട്ട വർക്കുകൾക്ക് വേണ്ടി തന്നെയാണ്. നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തമിഴ്നാട് ഭാഗത്തു നിന്നും നമ്മുടെ NHൽ നിന്നും നമ്മുടെ ഈ പറയുന്ന ഈ ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ലോറികൾ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടെയ്നർ ലോറികൾ വരുന്നത് ഈ വശത്തൂടിയാണ് വരുന്നത്. കാരണം NH66-ൻ്റെ ആ പോർഷനിൽ ഒരു എൻട്രൻസ് ഉണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും കാണുന്നവർക്ക് അതറിയാം. ആ എൻട്രൻസിലൂടെയാണ് ഇത് നമ്മൾ ഈ കാണുന്ന പോലെ നേരെ പോർട്ടിനകത്തോട്ട് പോകുന്നു. നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന റോഡ് നമുക്ക് കാണാം. ട്രിവാൻഡ്രം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അവിടെ പോയാലേ നമുക്ക് എത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നത് എന്നറിയണമെങ്കിൽ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളരെ ദൂരെ വന്ന് ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാനായി സാധിക്കില്ല. തൊട്ടടുത്ത് പോയാൽ മാത്രമേ എത്ര വർക്കൊക്കെ അവിടെ എത്രത്തോളം വർക്ക് അവിടെ നടക്കുന്നുണ്ട്, എന്ത് വർക്കാണ് നടക്കുന്നത് നമുക്ക് അടുത്ത് പോയാലേ മനസ്സിലാക്കാനായി സാധിക്കുള്ളൂ. ഇത് നമുക്ക് അണ്ടർപാസ് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും.
നമുക്കിനി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ അറിയാനേ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ റോഡിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാസ് വെക്കുന്നതിനുള്ള വർക്കുകൾ നടക്കുന്നു. ഈ ഭാഗത്തെല്ലാം കേബിളിൻ്റെ വർക്കുകൾ, അണ്ടർ കേബിളിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കേബിളിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ കേബിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഈ പോർഷനിലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുകളിലാണ് ഈ ചെമ്മണ്ണ് ബാക്കിയുള്ള എല്ലാ ഭംഗിക്ക് വേണ്ടിയുള്ള വർക്കുകളും വന്നിട്ടുള്ളത്. നിലവിലുള്ള വർക്കുകളെല്ലാം ഈ പോർഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ എൻഡ് പോർഷനിലെ വർക്കാണ്. കാരണം ഇതൊരു ജംഗ്ഷൻ പോലത്തെ ഒരു വലിയൊരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ഇത്രത്തോളം വലിയൊരു ജംഗ്ഷൻ പോയിൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പറയുന്ന ബൈ റോഡിൽ നിന്നും അല്ലെങ്കിൽ NH നിന്ന് വരുന്ന വാഹനങ്ങളും കടന്നു പോകണം. പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളും NH പ്രവേശിക്കുന്നതിന് വേണ്ടി വലിയൊരു സെൻട്രൽ പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം താൽക്കാലിക റോഡ് തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു 2028 മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ ക്ലോവർ ലീഫ് ഉൾപ്പെടെയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ക്ലോവർ ലീഫിൻ്റെ അപ്ഡേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാത്തത്. നമുക്ക് ഈ റോഡിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ NH ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ വളരെ കുറച്ച് മീറ്റർ മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അത് അത്രത്തോളമാണ്. എന്താണ് അവിടെ വർക്ക് നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലൂടെ കാണാവുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ വീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5.5 മീറ്ററോളമാണ് റോഡിൻ്റെ വീതി. അതായത് നമ്മുടെ ഈ കാണുന്ന ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ, അത് NH നിന്ന് വരുന്ന ബൈ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോകുന്നതിനും പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറി ഈ പറയുന്ന NH പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഇരു റോഡുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനേ സാധിക്കും. അതുമാത്രമല്ല ഈ ഭാഗത്തെല്ലാം ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ടോ. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വശത്ത് നേരത്തെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ആ പോർഷൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ടാണ് ഇനി മെയിൻ വർക്കുകൾ നടക്കുന്ന പോർഷനാണ് നമുക്കിനി കാണാൻ പോകേണ്ടത്. നമ്മൾ ഈ കാണുന്ന സൈഡ് വോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പോർഷനിൽ ഏകദേശം മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പോർഷനും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത്രത്തോളമാണ് ഹൈറ്റ് ഇനി ഇവിടെ കൂടേണ്ടത്. കണ്ടോ, ഈ ഹൈറ്റ് കൂട്ടിയാണ്. ഇനി ടാറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ റോഡ് ടാറിംഗ് ആണ്. ടാർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന NH പ്രവേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു NH നമ്മുടെ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടാറിംഗ് പോർഷൻ ഉൾപ്പെടെ സോയിലിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഫില്ലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന എൻഡ് പോർഷൻ, അതായത് ലിങ്ക് റോഡിൻ്റെ എൻഡ് പോർഷൻ NH കണക്ട് ചെയ്യുന്ന ആ പോർഷൻ എന്താണ് വർക്ക് നടക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ആ സൈറ്റിൽ തന്നെ പോയി ഓരോ വർക്കും നോക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ഇവിടെ വർക്ക് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. വളരെ ദൂരം എന്നാണ് 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കുന്നത്, അതായത് നേരത്തെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റം മതിയാകില്ല നമ്മുടെ ഈ ലോറികൾ കടന്നു പോകുന്നതിന്. കാരണം പോർട്ടിൽ നിന്ന് വരുന്ന ഹെവി വെഹിക്കിളാണ്. ഹെവി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഹെവി ടെന്നേജുമായിട്ട് വരുന്ന ട്രെയിലർ ലോറികൾക്ക് നിലവിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകാനായി സാധിക്കില്ല. നിലവിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് മുകളിൽ സ്ലാബ് ഉണ്ടായിരുന്നാലും വളരെ ഈസി ആയിട്ട് സാധാ ലോറികൾ കടന്നു പോകാൻ സാധിക്കുമെങ്കിലും പോർട്ടിലൂടെ വരുന്ന ഹെവി വെഹിക്കിൾസിന് തീർച്ചയായിട്ടും സാധിക്കില്ല. അതിനുവേണ്ടി നമ്മളെ നിലവിലെ ഡ്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഫൗണ്ടേഷൻ തന്നെ നിലവിൽ ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം പോലുള്ള ഫൗണ്ടേഷൻ തന്നെ നമ്മൾ നിർമ്മിച്ചതിന് ശേഷം അതിൽ ഹെവി ഡ്യൂട്ടി ഈ പറഞ്ഞ സ്ലാബുകൾ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുന്ന ട്രെയിലർ ലോറികൾക്ക് ഈസി ആയിട്ട് NH പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. ആ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് വർക്കുകൾ ഉടൻ കാണും എന്നാണ് അറിയാനായി സാധിക്കും. ഇതാണ് നമ്മുടെ NH 66. ധാരാളം വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമ്മൾ താൽക്കാലികമായിട്ട് വർക്ക് നടന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും 2-3 സ്ലാബുകൾ അതിൻ്റെ മുകളിൽ വാർത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാഹനങ്ങൾ പോകുമ്പോൾ ആ സ്ലാബുകൾ ബ്രേക്ക് ആവുന്നതോടെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് പോകുന്ന സമയത്ത് അത് വലിയ സമയമെടുക്കും. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പറയുന്ന പൂർണ്ണമായിട്ടും സ്ലാബ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ഇപ്പോൾ തന്നെ ഹെവി ഡ്യൂട്ടി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഈ വർക്ക്. ഈ ഫൗണ്ടേഷനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഹെവി ഡ്യൂട്ടി വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. കാരണം പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് NH പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട വർക്കുകളാണ്
ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പോർട്ട് മുതൽ ഞാൻ നിൽക്കുന്ന NH66 വരെയുള്ള ലിങ്ക് റോഡിൻ്റെ 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരുന്നത്. 2-3 ആഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ അവസാന അപ്ഡേഷൻ എടുക്കുന്നത്. ഉടൻ തന്നെ പോർട്ടിൻ്റെ അപ്ഡേഷനും ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.